അതാണ് ഖുർആൻ പറയുന്നത്, അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്. മനുഷ്യൻ ചെയ്ത ഓരോ അവന്റെ മുന്നിൽ അവൻ ചെയ്തു വെച്ച സാക്ഷ്യം വഹിച്ച ഓരോ കാര്യങ്ങൾ അവൻ അറിയും. അല്ലാഹ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വലിയമാര് പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ അതൊക്കെ പുച്ഛിച്ച് തള്ളിയതാണല്ലോ. പക്ഷെ ഇപ്പോഴാണല്ലോ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. അല്ലാഹ് അതുകൊണ്ട് അന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയാണ്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക صورة ما شاء ركبك في أي صورة ما شاء ركبك. എത്ര നല്ല സൗന്ദര്യത്തിലാണ് അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത്. എത്ര നല്ല സൗന്ദര്യമില്ല അല്ലാഹു നിനക്ക് തന്നത്. എത്ര നല്ല ചന്തം. ഓരോ ചങ്ങാതിമാര് ദാടി ഒരുക്കി വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാല് പെയിന്റ് അടിക്കാൻ പോകുന്ന ബ്രഷ് പോലുണ്ട് ഉണ്ടാക്കി നമ്മൾ നോക്കുന്ന എന്ത് സുന്നത്താണ്. ഇത് സുന്നത്താകാരിയാ. ആടിന്റെ വെച്ചേക്കാം 100 റുപ്യ കൊടുക്കണം. 100 റുപ്യ ബാർബർ ഷോപ്പിൽ കൊടുക്കണം. ഒതുക്കി വെച്ചിട്ട് ആർക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി, റസൂലിന് വേണ്ടിയാ. ഓടിപ്പോ ഇതുകൊണ്ട് കബറിനകത്തേക്ക്. നല്ല സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. രാജവെമ്പാല നല്ല സാധനം കബറിനകത്തുണ്ട്. ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടി? അള്ളാഹു നിനക്ക് നല്ല സൗന്ദര്യം തന്നില്ലേ? എത്ര നല്ല മനോഹരമായിട്ടാണ് അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത്. ഇതൊക്കെ പറയുന്നത് ഖുർആനിലൂടെ. അതുകൊണ്ട് അള്ളാഹു ചോദിക്കാണ്, നിന്നെ ആരാണ് വഞ്ചിച്ചത്? പിശാചിന്റെ വലയിൽ നീ കുടുങ്ങി പോകല്ലേ, ദുനിയാവിന്റെ വഞ്ചനയിൽ പെട്ടുപോകല്ലേ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ എങ്ങോട്ട് പോകേണ്ടവരാ? ആരുടെ മണ്ണിനകത്തേക്ക്, അതിലേക്ക് പോകേണ്ടവരാണ്. ആ കബറിനകത്തേക്ക് പോകേണ്ടവരായത് കൊണ്ടാണ് നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചാൽ എന്റെ വീട് കബർ. അള്ളാഹുവിന്റെ ആരോഗ്യങ്ങളൊക്കെ കബർ കുഴിയെടുത്തിട്ട് അങ്ങനെ തന്നെ കിടക്കും. നമ്മൾ യേശു റൂമിൽ കിടക്കുമ്പോൾ അവരൊക്കെ കബറിനകത്ത് കിടക്കും. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അന്ന കബർ കുഴിച്ചിട്ട് കിടന്നിട്ട് 6000 ഖുർആന്റെ ഖത്ത് ഓതി തീർത്തുന്നു. 6000. അപ്പൊ നിങ്ങൾ 6000 അങ്ങനെ അതൊക്കെ അവർക്ക് കാലവും സമയവും അതൊക്കെ സൂഫിയാകൊക്കെ മനസ്സിലാവും. അതൊക്കെ അള്ളാഹു ചുരുക്കി കൊടുക്കും. നല്ല സമയങ്ങളും കാലങ്ങളും എല്ലാം അള്ളാഹു ചുരുക്കി കൊടുക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. ഇപ്പൊ റമദാൻ മാസത്തിലേക്ക് എത്രയോ ഖത്തമുകൾ തീർത്ത മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് വിവരമില്ലാത്തവർ ചോദിക്കും. അതൊക്കെ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾക്ക് ഔലിയാക്കൾക്ക് അള്ളാഹു ചെയ്യുന്ന ഒരു നിയമത്തെ അനുഗ്രഹമാണ്, കറാമത്താണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ മനസ്സിലാക്കുന്നവരോട് പറഞ്ഞിട്ട് അത് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് 6000 അങ്ങനെ ഒത്തിരി ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഖത്ത് തീർത്തിട്ടുണ്ടോ നമ്മൾ? നമുക്ക് എന്ത് ഖുർആനുമായിട്ട് ബന്ധം, എന്ത് ഖബറുമായിട്ട് ബന്ധം? ഖബറിന്റെ കാലൊച്ച കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഖബറിനകത്തേക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഖബറിനകത്തേക്ക് പോകാൻ വിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കും. നമ്മൾ എല്ലാവരും ഖബറിനകത്ത് പോയി കിട്ടും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ വമൻ സുഅസിഅ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് وما الحياة الدنيا إلا متاع الغرور. ദുനിയാവിൽ എവിടേക്ക് യാത്ര തിരിച്ചാലും, ദുനിയാവിൽ എങ്ങോട്ട് പോയാലും, ദുനിയാവിൽ എത്രത്തോളം സമ്പത്ത് വാരിക്കോരി കൂട്ടിയാലും മനുഷ്യ, നിന്റെ ആത്മാവിനെ ഒരു ദിവസം അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിന്റെ ആത്മാവ് ഒരു ദിവസം നിന്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തു കളയേണ്ടി വരും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണം രുചിക്കാതെ ആരുമില്ല. എല്ലാവരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. സാക്ഷാൽ നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരിക്കാതെ ആരുമില്ല. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മാ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ ചില വഴികൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ എല്ലാവരും നശിച്ചു പോവുകയില്ല. ചില ആളുകൾ 4 പേരെ ബാക്കി നിർത്തും. ഹദീസിൽ കാണാം ആരൊക്കെയാണത്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോ
ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കുൽ മൗത്തിനോട് പറയും, ഖുദ് നഫ്സ ഇസ്രാഫീൽ, ഇസ്രാഫീൽ റൂഹിനെ പിടി. ഇനി ബാക്കിയുണ്ടെന്ന് ആരുണ്ടെന്ന് ചോദിക്കുമ്പോ 3 പേര് ബാക്കിയുണ്ട്. ഖുദ് നഫ്സ മികായിൽ, മികായിലിന്റെ റൂഹിനെ പിടി. മികായിൽ മരിക്കുന്നു. അവസാനം അല്ലാഹു പറയുന്നു, മുത്ത് യാ മലക്കൽ മൗത്ത്, മലക്കുൽ മൗത്ത് നീയും മരിച്ചു. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, ഇനി ആരുണ്ട് ബാക്കി ഈ ഭൂലോകത്ത്? തബാറക്ത വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം അബ്ദുകൽ ഫാനി. ഞാനും അല്ലാഹുവേ നിന്റെ ഔദാര്യവും നിന്റെ സിംഹാസനവും, നീയുമല്ലാതെ ഞാനുമല്ലാതെ മറ്റാരുമില്ല. ഉടനെ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും, യാ ജിബ്രീൽ ലാ ബുദ്ദ മിൻ മൗതിക്, നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കൽ അനിവാര്യമാണ്. ഉടനെ ഫഖറ സാജിദ യഖ്ഫഖു ബിജനാഹി ഫയമൂത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 550ഓളം ചിറകുകളുണ്ട്. ആ ചിറകുകൾ അടിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ്. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അല്ലാഹുവിന്റെ തിരുമുഖമല്ലാതെ, അവന്റെ അസ്തിത്വമല്ലാതെ, അവന്റെ പ്രതാപമല്ലാതെ ബാക്കിയെല്ലാം നശിച്ചു കഴിഞ്ഞു. ഇവിടെ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു അല്ലാതെ ആരുമില്ല, എല്ലാം തകർന്നടിഞ്ഞു. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഒരിക്കലും മരണപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരെങ്കിലും മരണത്തിൽ രക്ഷപ്പെടാൻ കഴിയോ? ഇല്ല. അപ്പൊ എവിടെയാണ് നമ്മൾ പോയി കിടക്കേണ്ടത്? ഖബർ. അതുകൊണ്ട് തെരീ മൻസിൽ ഖബർ ഹേ, നിന്റെ വീട് ഖബറാണ്, നിന്റെ വീട് ഖബറാണ്. അതിനെ ഓർത്ത് നീ ചിന്തിക്ക്, അത് ഓർത്ത് നീ ജീവിക്ക്, അത് ഓർത്ത് നീ സമ്പാദിക്ക്. ലാ യഊദ്, എന്നിലേക്ക് വന്നാൽ നീ മടങ്ങുകയില്ല. ഖബറിൽ വന്നിട്ട് നീ പൊട്ടിക്കറിയാൻ നോക്കിയാൽ നടക്കുകയുമില്ല. നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ കാലച്ചുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ആ ഖബറിനെ നിങ്ങൾ നിസ്സാരമായി കാണല്ലേ, ഖബറിനെ നിങ്ങൾ നിസ്സാരമായി കാണല്ലേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിരുന്ന ഒരു സഹോദരി മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് അവരുടെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിലേക്ക് പോയിട്ട് നമസ്കരിച്ചിട്ട് പറയുകയാണ്, ഇന്ന ഹാദിഹിൽ ഖുബൂറ മലിഅത്തുൻ മുൽമതൻ അലാ അഹ്ലിഹാ وإن الله عز وجل منورها بصلاتي. ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ഈ സഹോദരിയുടെ മയ്യത്ത് എനിക്ക് നമസ്കരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ ആ സഹോദരിയുടെ ഖബറിന്റെ ആത്മാവിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നമസ്കരിച്ചത്. ഓർക്കണേ സഹാബത്തെ, ഓർക്കണേ ലോകമേ, ഇന്ന ഹാദിഹിൽ ഖുബൂറ മലിയത്തുൻ മുൽമതൻ അലാ അഹ്ലിഹാ. ഈ ഖബറിനകത്ത് ആരൊരാൾ വിശ്രമിക്കുന്നുവോ, ഖബറിനകത്ത് ആരൊരാൾ അന്ത്യവിശ്രമം കൊള്ളുന്നുവോ, ആ ഖബറിലവർക്ക് ഇരുണ്ട മൂകമായ അന്തരീക്ഷമായിരിക്കും, അന്ധകാരം കൊണ്ട് നിറഞ്ഞതായിരിക്കും. ആ ഖബറവരെ വേദനിപ്പിക്കുന്നുണ്ടാകും. ആ ഖബറിനെ അല്ലാഹു പ്രകാശമാനമാക്കി ബിസലാത്തി, എന്റെ നമസ്കാരം കൊണ്ട് ഈ സഹോദരിയുടെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിച്ചു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളതാണ് ഒരു മയ്യത്തടക്കം ചെയ്തിട്ട് സ്വഹാബാക്കൾ എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ആ ഖബറിന്റെ അരികത്ത് നിന്ന് ോട് വിളിച്ചു പറയുകയാ, പോകല്ലേ പോകല്ലേ പോകല്ലേ, നിങ്ങളാരും പോകരുതേ. സഹാബാക്കൾ ചെവി കൂർപ്പിച്ചുകൊണ്ട് കേൾക്കുകയാണ്. എന്തോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇസ്തഗ്ഫിറൂ ലിഅഖീകും ഫഇന്നഹു സലൂലഹു അത്തസ്ബീത ഫഇന്നഹു അൽആന യുസ്അലൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ,
നിങ്ങളുടെ സഹോദരനെ കബറടക്കിയിട്ട് നിങ്ങൾ മടങ്ങി പോവുകയാണോ? ആ സഹോദരന്റെ കബറിനകത്ത് വല്ലാത്ത വേദനയാ, വല്ലാത്ത ചോദ്യമാണ്, വല്ലാത്ത സംഭവ വികാസങ്ങൾ നടക്കാൻ പോവുകയാ. അതുകൊണ്ട് പോകല്ലേ പോകല്ലേ, ആ കബറാളിക്ക് വേണ്ടി കുറച്ച് ദുആ ചെയ്യണേ, കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആ കബറിനകത്ത് കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പശ്ചാത്തപിക്കണേ. നിങ്ങൾ പശ്ചാത്തപിക്കുന്നതിന്റെ പേരിൽ ആ കബറിനകത്ത് കിടക്കുന്ന വ്യക്തിക്ക് അല്ലാഹു സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കും. അതാണ് സഹോദര, നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ മയ്യത്തടക്കുമ്പോ ആ കബറിന്റെ ഓരത്ത് വെച്ച് നാം ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇന്ന സ്വാൽ, അല്ലാഹുമ്മ ജാഫിൽ ഖബ്ർ അൻ ജംബി, അല്ലാഹുമ്മ മിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഇതൊരു ചടങ്ങല്ല, ആളുടെ ചടങ്ങാണെന്ന് കരുതിയിരിക്കുക. എല്ലാവരും മരിക്കുമ്പോ ഇങ്ങനെ ചൊല്ലണം, അതെന്തോ ഒരു ചടങ്ങ്. നമ്മുടെ ഉപ്പുമാടെ കാലം മുതൽ ഞങ്ങൾ കേട്ടോണ്ട് വരികയാണ് എന്ന് നമ്മൾ ധരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുമ്മ സബ്ബിത്ഹു മിന സ്വാൽ, അല്ലാഹുമ്മ സബ്ബിത്ഹു മിന സ്വാൽ. മൊബൈൽ എടുത്ത് വെച്ചാലും അല്ലാഹുമ്മ സബ്ബിത്ഹു മിന സ്വാൽ. എന്തായി പറയുന്ന ലക്ഷ്യം അറിയില്ലല്ലോ, എന്താണെന്നറിയില്ലല്ലോ, എന്തിനായി പറയുന്നത്. കബറിനകത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ രണ്ടുപേര് വരും, രണ്ട് സാധനം വരും. എല്ലായിടത്തും പറയുന്നത് എപ്പോഴും പറഞ്ഞു വേദനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കബറിനകത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ രണ്ടുപേര് വരും, മുൻകർ നക്കീർ അലൈഹിം സ്വലവാത്തു വതസ്ലീമ. മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്, മുൻകർ വരും നക്കീർ വരും. എന്താ ഈ സാധനം അറിയോ? മുൻകർ നക്കീർ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ ഈ സാധനം? ഈ മുതലിനെ കുറിച്ച് വല്ല പരിചയമുണ്ടോ? പണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. കബറിനകത്ത് ചോദ്യം ചെയ്യുന്ന രണ്ട് മലക്കട വരാം, മുൻകർ നക്കീർ. ഈ മുൻകർ നക്കീർ എന്ന് പറഞ്ഞാൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, يبعثان الأرض بأنيابهما ويطعان في أشعارهما أصواتهما كالرعد الخاطف أبصارهما كالبرق القاصف ومعهما مرزبة من حديد لو ضربت بها على الجبال لصارت ترابا أو رميما. ഒരു കൊട്ടുപടി കൊണ്ടല്ല വരുന്നത് കബറിനകത്ത്. നമ്മുടെ ഉസ്താദ്മാര് മദ്രസയിലൊരു ചൂരലും കൊണ്ട് വരുമ്പോ അവന് പേടിയാ. ചൂരല് ഒരടി അടിച്ചാല് അവൻ വീട്ടിൽ പെട്ട് വാപ്പടുത്ത പല പറയും, ഉസ്താദിനെ അവിടെ അടിച്ചു, ഇവിടെ അടിച്ചു, അവിടെ അടിച്ചു, ഇവിടെ അടിച്ചു. പിന്നെ വാപ്പായും എല്ലാവരും കൂടെ പ്രജകളായിട്ട് ഉസ്താദിന്റെ കഴുത്ത് കൊട്ടാൻ വേണ്ടി വരും. ഇതിനെ ഓൻ അങ്ങനെ അടിക്കുകയാണ്, അങ്ങനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടി വരും. ഇതൊക്കെ ചെറിയ ലോക്കൽ അടി, അവനെ ഒരു തർബിയത്ത് പഠിപ്പിക്കാൻ വേണ്ടി അടിക്കുന്ന അടിയാണ്. എന്റെ പൊന്നെ, ഇതൊന്നും അല്ല അടി. അടി കാണാൻ പോകുന്നതേ ഉള്ളൂ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? കബറിനകത്തേക്ക് കൊണ്ടുപോയി മുൻകർ നക്കീർ ആരാ? നമ്മുടെ സ്ഥാനം ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. രണ്ട് തേറ്റപ്പല്ലുകൾ കൊണ്ട് ഭൂമി ഇളക്കി മറിച്ചുകൊണ്ട് വരുന്നവരാണ്. അവരുടെ രണ്ട് കാലിന്റെ താഴ്ഭാഗം വരെ മുടി ജട പിടിച്ച് തൂങ്ങി ഇറങ്ങി കിടക്കുമത്രേ. അവരുടെ ശബ്ദകോലാഹലം എന്ന് വെച്ചാൽ ഇടിമുഴക്കം പോലുള്ള ശബ്ദമാ, ഇടിമുഴക്കം പോലുള്ള ശബ്ദമാ. 1000-10,000 വോട്ട്സിൽ സംസാരിക്കുമ്പോ ഇത് നമുക്ക് കേൾക്കാനുള്ള ശക്തിയില്ല. ഇതിന്റെ ശബ്ദത്തിന്റെ ബുദ്ധിമുട്ട് കാരണം അങ്ങ് വിദൂരത്തിൽ പോയിരുന്ന വാല് കേൾക്കുന്നവരുമുണ്ട്. പല്ലുകൾ കൊണ്ട് ഭൂമി ഇളക്കി മറിച്ചുകൊണ്ട് വരുന്നവരാണ്. അവരുടെ രണ്ട് കാലിന്റെ താഴ്ഭാഗം വരെ മുടി ജട പിടിച്ച് തൂങ്ങി ഇറങ്ങി കിടക്കുമത്രേ. അവരുടെ ശബ്ദകോലാഹലം എന്ന് വെച്ചാൽ ഇടിമുഴക്കം പോലുള്ള ശബ്ദമാ. 1000-10,000 വോട്ട്സിൽ സംസാരിക്കുമ്പോ ഇത് നമുക്ക് കേൾക്കാനുള്ള ശക്തിയില്ല. ഇതിന്റെ ശബ്ദത്തിന്റെ ബുദ്ധിമുട്ട് കാരണം അങ്ങ് വിദൂരത്തിൽ പോയിരുന്ന വാല് കേൾക്കുന്നവരുമുണ്ട്. സഹോദരാ, ആകാശത്തിന്റെ നീലിമയിലൂടെ മഴയ്ക്ക് വേണ്ടി കാർമേഘം ഒരുമിച്ച് കൂടുമ്പോ ജലത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോ ആകാശ ലോകത്തോടെ ഇടിമിന്നൽ കാണുമ്പോ ശബ്ദം കേൾക്കുമ്പോ എത്രത്തോളം വീടിന്റെ വെളിയിൽ നിൽക്കുന്ന നാം എല്ലാവരും വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് കഥമെല്ലാം അടച്ചു പൊട്ടി സുരക്ഷാ കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്തിനാണ്? ആ ഇടിമുഴക്കം ശബ്ദം കേൾക്കാൻ കഴിയില്ല. ആ ഇടിമുഴക്കുന്ന ശബ്ദം കേൾക്കാനുള്ള ശക്തി നമുക്കില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ 6 അടി മണ്ണിനകത്തേക്ക് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവിനെ തട്ടി ഉണർത്താൻ വേണ്ടി കടന്നു വരുന്ന 2 മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളുടെ രൂപസാദൃശ്യമാണ് അല്ലാഹുവിന്റെ
റസൂൽ പറയുന്നത് അസ്വാതുഹുമാ അർഇദിൽ ഖാസിം, ഇടി മുഴക്കം പോലുള്ള ശബ്ദത്തോടെയാണ് അവർ കടന്നു വരിക. അബ്സാറുഹുമാ കൽബർഖിൽ ഖാതിബ്, മിന്നൽ പോലുള്ള പ്രകാശമാനമായിരിക്കും അവരുടെ കണ്ണിൽ നിന്ന് ജ്വലിക്കുക. അവർ രണ്ടുപേരും അവർ വെറും കൈയോടെയല്ല കബറിനകത്തേക്ക് കടന്നു വരുന്നത്. വമഅഹുമാ മിർസബത്തും മിൻ ഹദീദ്, അവരുടെ രണ്ടുപേരുടെ കൈയിൽ എന്താണെന്നറിയുമോ? അവരുടെ രണ്ടുപേരുടെ കൈകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതാ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു ഭയങ്കരമായ ഇരുമ്പിന്റെ ദണ്ഡ്. രണ്ടുപേരുടെ കയ്യിലും. വാപ്പ ദുബായിൽ കൈയോടെ വന്ന ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, മക്കൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ മറ്റേ സാധനത്തിലൂടെ സാധനം കറങ്ങി വന്ന് 2-3 പെട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാ ഓ ഭാര്യയ്ക്ക് തന്നെ സന്തോഷം. അതിനു മുമ്പ് ഭാര്യയുടെ മുഖം പുളി നിന്നത് പോലെ ആയിരിക്കും അല്ലേ? സാധനം കൊണ്ടുവന്നില്ലെങ്കിൽ ഇവളുമാർക്ക് ഇത്രേ ഉള്ളൂ. അല്ല, സാധനം കൊടുത്താൽ സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ സ്നേഹമൊന്നുമില്ല. പിന്നെ തിരിഞ്ഞ് ഔട്ട് ഓഫ് ദ റേഞ്ച് പോട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട നബിയുടെ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് കബറിനകത്ത് വരിക. വെറുങ്കയുടെ മുൻഗണനയ്ക്ക് വരുന്നത്. വമഅഹുമാ മിർസബത്തും മിൻ ഹദീദ്, രണ്ടുപേരുടെ കയ്യിലും ഇരുമ്പിന്റെ ദണ്ഡ്. ഇരുമ്പിന്റെ ദണ്ഡ് നമ്മളിപ്പോ കൂടി പോയി ഇവിടെ കണ്ടിട്ടുള്ളത് ഈ പാറ പൊട്ടിക്കുന്ന കൂടം എന്നല്ലേ പറയാ. ഇവിടെ എന്താ പറയാ? ദണ്ഡ്, ചുറ്റിക. ചുറ്റിക അല്ലെങ്കിൽ കൂടം ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇവിടെ വേറെ ഭാഷയൊന്നും അറിയില്ല. അള്ളാഹു ഞങ്ങളുടെ നാട്ടിൽ ഭാഷകളൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ സാധനം ഇങ്ങനെ ഇതിനെ പൊക്കി ഇങ്ങനെ താഴോട്ട് നടിച്ച് 2 കല്ല് പൊട്ടിക്കണമെങ്കിൽ 1000 റുപ്യ കൊടുക്കണം. 1000 റുപ്യ കൊടുക്കണം 2 കല്ല് പൊട്ടിക്കണമെങ്കിൽ. അത് എത്ര മണിക്കൂർ? 4 മണിക്കൂർ 3 മണിക്കൂർ. അതിന് 3 മണിക്കൂറിനിടയ്ക്ക് അയാൾക്ക് 22 വിശ്രമം കാണും, 42 ജ്യൂസ് കുടിക്കും, 72 വീഡിയും വലിക്കും. എന്നിട്ടാണ് ഈ കല്ല് പൊട്ടിക്കുക. ഈ ചങ്ങാതിയുടെ കയ്യിലിരിക്കുന്ന ആ സാധനം കൈയൊന്ന് പിടിച്ചു വെക്കാൻ ഭയങ്കര തഴമ. കോൺക്രീറ്റിന് ഇത്ര ശക്തിയില്ല, പക്ഷേ ഇവരുടെ കയ്യിൽ ഭയങ്കര ശക്തിയായിരിക്കും ഇത് പിടിച്ചിട്ട്. ഇതാണ് ഇവിടെ ഏറ്റവും വലിയ. പിന്നെ അതുപോലെ ജിംനേഷ്യത്തിൽ ഓരോ ചങ്ങാതിമാർ കൊണ്ട് 1000 കിലോടൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തൂക്കിയെടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. 1000 കിലോ ഉണ്ടായെങ്കിൽ അത് വലിയ വിഷയമല്ല. പക്ഷെ ഈ ചങ്ങാതിക്ക് സുബഹി നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവന്റെ മുഖത്ത് കിടക്കുന്ന കമ്പിളി പുതപ്പ് ഉയർത്താൻ അവന്റെ കൈക്ക് ആഫിയത്തില്ല. അപ്പോൾ പ്ലാസ്റ്റിക് വെള്ളത്തിൽ വീണ കോഴിയെ പോലെ. ജിംനേഷ്യത്തിൽ പോയിട്ട് 500 കിലോ ഒക്കെ നിമിഷം ഉണ്ടാകും. സുബഹി നിസ്കാരത്തിന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിക്കും. പള്ളിക്ക് പോകാൻ വേണ്ടിട്ട് ഉറക്കത്തിൽ നിന്റെ പുറപ്പെടുത്ത് മാറ്റാൻ ഇവന്റെ കയ്യെ കൊണ്ട് സാധ്യമല്ല. പോയില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് ആയില്ലേ? ഈ മസിൻസുമായിട്ട് മുൻഗണനക്ക് എടുക്കൽ പോവാ ഓടി കാണാൻ മതി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ആ മുൻകറിന്റെയും നക്കീറിന്റെയും കയ്യിലുള്ള ദണ്ഡിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രവാചകൻ പറയുന്നത് എന്തെന്നറിയുമോ? ലൗ ദുരിബ ബിഹാ അലൽ ജിബാൽ, ആ ദണ്ഡ് കൊണ്ട് ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒന്നടിച്ചാൽ ലസാറത തുറാബ ഔ റമീമാ, ഭസ്മമായി പോകും, തവിട് പൊടിയായി പോകും. അത് വെച്ച് ഒറ്റ അടിയടിച്ചാലേ ഭസ്മം കൂളി എന്തല്ലേ അത് 2 കൂടെ കൊണ്ടുവന്നിട്ടാണ് രണ്ടുപേരും വരുന്നത്. വളരെ ഗൗരവത്തോടുകൂടി 2 പേരാണ് ആ ഖബറിലേക്ക് കടന്നു വരിക. അതുവരെയൊക്കെ നല്ല ഉറപ്പായിരിക്കും. ഇങ്ങനെ വന്ന് ഒരാളെ കാലിന്റെ ഭാഗത്ത്, ഒരാളെ തലയുടെ ഭാഗത്ത്. ആദ്യം വിളിച്ചുണർത്തും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറാഅബിൻ ആസിബ് റളിയല്ലാഹു അൻഹു വലിയൊരു ഹദീസുണ്ട്. ഒരു സഹാബിയുടെ മയ്യത്തടക്കാൻ വേണ്ടി നബി തങ്ങൾ പോയപ്പോ ഖബർ കുഴി തീർന്നില്ല. അപ്പൊ എല്ലാവരും അവിടെ പിടിച്ചിട്ട് എന്താണ് പറഞ്ഞു രമേശിനി എനിക്ക് നന്നായിരിക്കും. ഇനിയിപ്പോ ഈ ഇൽമിന്റെ സദസ്സിൽ വെച്ച് ഇങ്ങനെ എങ്ങാണോ കൂടെ തന്നു കഴിഞ്ഞാൽ ദുആ കിട്ടുമല്ലോ. ഖബറിനകത്ത് മൊബൈൽ ഫോൺ കിട്ടാൻ മതിയല്ലോ, പ്ലാനിന്റെ കൊടുക്കാൻ. അങ്ങനെ എന്തായാലും സോളാർ ഹാജിയാർക്ക് അബദ്ധം പറ്റൂല. ബഹുമാനപ്പെട്ട സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖബറിനകത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനെ വിളിച്ചുണർത്തി എഴുന്നേറ്റോ. ഇത്ര നേരം ഉറങ്ങിയല്ലേ, അതാണ് പറഞ്ഞത് ഉറങ്ങാൻ പറ്റിയ സ്ഥലം ഖബർ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ഫമൻ നജാ ഫീഹി ഫമാ ബഅദഹു ഐസർ ഫഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു കമാ ഖാല റസൂലുള്ളാഹി.
അതിൽ അവൻ ഓക്കെ ആയാൽ പിന്നെ അങ്ങോട്ട് ഓക്കെ, അതിൽ പാസ്സായില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. ഖബറെന്ന് പറഞ്ഞ സാധനം അതാണ്. അപ്പൊ അങ്ങനെ കിടന്നുറങ്ങുന്ന ആളെ മെല്ലെ വിളിച്ചുണർത്തിയാണ് നിന്നെ പിടിച്ചിരുത്തുന്നു, എന്നോട് ചോദിക്കുന്നു ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ നബി, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ പ്രവാചകൻ ഏത്? സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവൻ പറയും എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ ദീൻ ഇസ്ലാമാണ്, എന്നിലേക്ക് നിയോഗിക്കപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് നിനക്കെങ്ങനെ അറിയാം? നിനക്കെങ്ങനെ അറിയാം? ഖറഅതു കിതാബല്ലാഹ് വസദ്ദഖതു ബിഹി വആമൻതു ബിഹി. ഞാൻ ആ ഖുർആൻ പഠിക്കുകയും ഞാൻ ആ ഖുർആൻ മനസ്സിലാക്കുകയും അതിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്തവനാണ്. അതിൽ ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, അല്ലാഹുവിന്റെ റസൂൽ ഹിദായത്തുമായി കടന്നു വന്നെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിൽ വിശ്വാസമുണ്ട്. ഇത്രയോ ഒന്ന് മറുപടി പറഞ്ഞിട്ടിയാൽ മതി. അല്ലാഹു അത് എളുപ്പമാക്കി തരട്ടെ, അല്ലാഹു അത് സാധിച്ചു തരട്ടെ. പടച്ചവനെ ഞങ്ങളെ ആരെയും ഇന്നിന്റെ സദസ്സിൽ ഏതൊരു മഹാന്റെ മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടി ഒരാളെ പോലും പടച്ചവനെ ഈ അവരുടെ ഈ സന്ദർഭത്തിൽ ഒരാളെ പോലും നീ പാഴാക്കല്ലേ അല്ലാ, പാഴാക്കല്ലേ അല്ലാ, പാഴാക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നീ ആ രക്ഷ നൽകണേ അല്ലാ. അതാണ് ആ ഖബറിന്റെ അരികത്തിരുന്ന് ഉസ്താദന്മാർ ഓതി കൊടുക്കുന്നത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ